ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മെഡിടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ പ്രിയ PS ആണ്, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക് കാർഡിയോളജി, മിലേനിയം ഹോസ്പിറ്റൽ. അപ്പോൾ ഡോക്ടർ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോമൺ ഹാർട്ട് ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആണ്. അപ്പോൾ സാധാരണയായിട്ട് ഹൃദ്രോഗം മുതിർന്നവരുടെ രോഗമാണ് എന്ന് പലരും കരുതാറുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും കുട്ടികളിലും പലതരത്തിലുള്ള ഹൃദയ തകരാറുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും റീസെൻ്റ്ലി ഇപ്പോൾ നമുക്ക് കുറേ ഇഷ്യൂകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശരിക്കും ഈ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഹൃദയ രോഗങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ നമ്മൾ പഠിക്കുന്നെങ്കിലും കുട്ടികളിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഉണ്ട്. പൊതുവെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ജന്മനാലേ ഉള്ളത്, അതായത് അമ്മയുടെ വയറ്റിൽ വെച്ച് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഹാർട്ട് രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് ജന്മനാലുള്ള ഹാർട്ട് ഡിസീസ്. എന്നാൽ രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞാൽ വലിയവർക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ ലേറ്റർ ഇൻ ലൈഫ്, കുറച്ച് നാൾ കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് പനി അങ്ങനെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കാരണമായിട്ട് വരുന്ന ഹാർട്ട് ഡിസീസാണ് ഉള്ളത്. ഒരു സിമ്പിൾ ലെവൽ മുതൽ കുറച്ച് കോംപ്ലക്സിറ്റി കൂടിയ ഹാർട്ട് ഡിസീസ് ഉണ്ട്. എമർജൻസി ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട തരം ഹാർട്ട് ഡിസീസ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു കോമൺ അവയർനെസ് പറയാനാണെങ്കിൽ ജന്മനാലുള്ളത്, പിന്നീട് വരുന്നത് എന്ന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സാധാരണയായിട്ട് ഈ ഹൃദയ സംബന്ധമായ അവസ്ഥകൾ കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ രോഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതെ, അത് വലിയ കാരണം പലപ്പോഴും മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെയധികം ഭയം ഉളവാക്കുന്ന ഒരു കാര്യം അവരെപ്പോഴും റിലേറ്റ് ചെയ്യുക അഡൽട്ടിൽ വരുന്ന ഹാർട്ട് ഡിസീസിനോട് കൂടിയാണ്. പക്ഷെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ട് തരത്തിലുള്ള വളരെയധികം ഡിഫറെൻ്റ് ആണ്. അഡൽട്ടിൽ മെയിൻലി നമ്മൾ എന്താണ് കേൾക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ വാൽവിൻ്റെ ഡിസീസ്, അതൊക്കെയാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്നത് എപ്പോഴും നമ്മുടെ ജീവിത രീതികൾ കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിലൊക്കെ ഉള്ള വ്യത്യാസം കൊണ്ട് ഹാർട്ടിന്റെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾക്ക് വരുന്ന ബ്ലോക്കാണ് ഹാർട്ട് അറ്റാക്കായിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് ജന്മനാലെ ഉണ്ടാകുന്ന ഇതര ഹാർട്ട് ഡിസീസ്. അപ്പം നമ്മൾ അതിൻ്റെ സിംറ്റംസ് തന്നെ വളരെയധികം വ്യത്യാസമായിരിക്കും. അതായത് ഒരിക്കലും അഡൽട്ടിന് വരുന്ന പോലുള്ള ഒരു നെഞ്ചുവേദനയോ അങ്ങനത്തതായിട്ടല്ല ഇവർ പ്രസന്റ് ചെയ്യുക. അതുപോലെ തന്നെയുള്ള എമർജൻസീസും കുട്ടികൾ കാണുന്ന ഹാർട്ട് ഡിസീസിന് കുറവാണ്. മെജോറിറ്റിക്കും എമർജൻസി ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയവരിൽ കാണുന്ന സിംറ്റംസിൽ നിന്ന് വ്യത്യസ്തമാണ്. അസുഖ കാരണങ്ങൾ വ്യത്യാസമാണ്. അതുപോലെ തന്നെ ചികിത്സാ രീതിയും വളരെയധികം വ്യത്യാസമായിരിക്കും. ഡോക്ടർ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു രണ്ട് രീതിയിലാണ് കുട്ടികളിൽ വരുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തരംതിരിക്കാവുന്നതെന്ന്. ജന്മനാ ഉള്ളതാണ്, നമുക്ക് ചില മുൻകൂട്ടി കാണാൻ പറ്റാത്തത് പറയുന്നത് ജന്മനാ ഉള്ളതാണല്ലേ. അപ്പോൾ ഈ ഗർഭകാലത്ത് അല്ലെങ്കിൽ ആ ഗർഭധാരണ സമയത്ത് അല്ലെങ്കിൽ അമ്മ ശ്രദ്ധിച്ചാൽ അത് മാറ്റാവുന്നതാണോ ശരിക്കും? അതൊരു പ്രധാന കാര്യമാണ്. കാരണം ചിലത് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഒരു ചെറിയ ശതമാനത്തിൽ നമുക്ക് ജനിതകപരമായ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അമ്മയ്ക്ക് ഏതെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അറൌണ്ട് 5 to 10% ചിലപ്പോൾ അത് കുട്ടികളിലേക്ക് വരാം. വയറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ വളരെയധികം സാങ്കേതിക വിദ്യ വന്നതിനാൽ 5-ാം മാസത്തെ അനോമലി സ്കാനിൽ തന്നെ പലപ്പോഴും നമുക്ക് ഈ ഹാർട്ട് ഡിസീസുകൾ, അതായത് ഹാർട്ടിന്റെ ഘടനയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മിടിപ്പിലുള്ള വ്യത്യാസം എല്ലാം ഇപ്പം വളരെയധികം നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അമ്മ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ അമ്മ ഏതെങ്കിലും ജന്നിയുടെ അസുഖങ്ങൾ, ജന്നിക്കുള്ള മരുന്ന് കഴിക്കുന്നവര്, അവർക്കാണെങ്കിൽ നമ്മൾ വേറെ കുറെ സപ്ലിമെന്റ്സ് കൊടുത്ത് പ്രിവെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള അമ്മമാരെ സംബന്ധിച്ചോളം, അതായത് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ഡയബറ്റീസിന്റെ അസുഖമുള്ളവർക്കാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക. അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പിൽ അത് സാധിക്കും. പക്ഷെ ഒരു നല്ലൊരു ശതമാനം ജന്മനാലുള്ള ഈ വിധം കൺജനിറ്റൽ ഹാർട്ട് ഡിസീസിനെ സംബന്ധിച്ച് നമ്മൾ പുറകോട്ട് നോക്കിയാൽ പലപ്പോഴും അത് പ്രിവെൻഷൻ ഒന്നും നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ഹാർട്ട് ഫോം ചെയ്ത് കഴിയുന്നുണ്ടായിരിക്കും.
അപ്പൊ അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കറക്റ്റബിൾ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. രണ്ടാമതെന്ന് പറയുന്നത് പിന്നീട് വരുന്നതാണല്ലോ, ജന്മനാ ഉള്ളത് മാറ്റിവെച്ചാൽ പിന്നീട് വരുന്നതാണ്. അപ്പോൾ പിന്നീട് വരുന്നത് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളിൽ പോലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല ഹൃദയാഘാതം പോലും 18 വയസ്സിന് താഴെയുള്ള ഒരുപാട് കുട്ടികൾക്ക് വന്നതായിട്ട് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒക്കെ കുറേ ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിന് മെയിൻ റീസൺ അല്ലെങ്കിൽ ജനിതകമല്ലാതെ മാറ്റി നിർത്തിയാൽ പിന്നീട് വരുന്നത് ഏതായിരിക്കും റീസൺ? പിന്നെ നമ്മൾ ഈ അക്വയർഡ് ഹാർട്ട് ഡിസീസ്, അതായത് പിന്നീട് വരുന്നതിന് നമ്മൾ അക്വയർഡ് എന്ന് വിളിക്കാം. അപ്പൊ അക്വയർഡ് ഹാർട്ട് ഡിസീസ് തന്നെ ഒരു ഡിഫറെന്റ് വെറൈറ്റി ഓർ കോസസ് ഉണ്ട്. അപ്പൊ അതില് ഈ പറയുന്ന ഹൃദയാഘാതം പോലെ കുട്ടികളിൽ വരുന്നത് വളരെ അപൂർവമാണ്. ഇപ്പൊ ഈ 18 വയസ്സിലൊക്കെ കാണണമെങ്കിൽ തന്നെ അത് നമ്മളുടെ ജീവിത രീതിയായിട്ട് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ മാത്രമേ ഈ ചെറിയ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കുകയുള്ളൂ. അല്ലാതെ വാൽവിന് ലീക്ക് അല്ലെങ്കിൽ ചുരുക്കം വരാറുണ്ട്. അതിന് കാരണം നമുക്ക് സന്ധിവാതം, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും, റുമാറ്റിക് ഫീവർ വന്നിട്ട് വരുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളുടെ തന്നെ ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളെ അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് കാവസാക്കി ഡിസീസ്. അതൊരു തരം പനി, ഏതോ ഒരു നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു വൈറൽ പനി കാരണം പ്രസിപ്പിറ്റേറ്റ് ആയി രക്തക്കുഴലുകളുടെ വികാസം കൊണ്ട് വരുന്നതാണ്. പിന്നീട് വരുന്ന ഒരു തരം എന്ന് വെച്ചാൽ മയോകാർഡൈറ്റിസ് എന്ന് പറയും. അതും ഒരു വൈറൽ ഡിസീസിന്റെ ഭാഗമായിട്ട് ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ് ഹാർട്ടിന് ചിലവർക്ക് അത് വളരെ സീരിയസ് ആയിട്ട് ഹാർട്ട് പമ്പിങ് കുറഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ഹൃദയത്തിന്റെ ബോഡിയുടെ എല്ലാ ഭാഗത്തോട്ടുള്ള രക്തചംക്രമണം കുറയുകയും അത് കാരണം സീരിയസ് ഇഷ്യൂസ് ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. എന്നാൽ ഒരു 50% ആൾക്കാർ ഈ മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വന്നാൽ റിക്കവർ ചെയ്യുന്നവരുണ്ട്. അപ്പൊ മെയിൻലി ഇതൊക്കെയാണ് അക്വയർഡ് ഹാർട്ട് ഡിസീസിൽ കണ്ടുവരുന്നത്. ഓക്കെ, ഈ 2 ടൈപ്പ് എടുത്താൽ റീസെൻ്റ്ലി ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ജന്മനാ ഉള്ളതാണോ അതോ പിന്നീട് വരുന്നതാണോ? കൺജനൈറ്റൽ, അതായത് ജന്മനാലുള്ളതാണ്. ഇപ്പൊ നമ്മൾ പോസെപ്ഷൻ എടുത്താൽ ജന്മനാലുള്ളതായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് കൂടുതൽ. ഓക്കെ ഓക്കെ, എല്ലാ ഡോക്ടർ പറഞ്ഞോളൂ. ഓക്കെ, കുട്ടികളിൽ ഇപ്പോൾ രോഗങ്ങൾക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാത്തിനും ലക്ഷണങ്ങൾ കണ്ടാണ് നമ്മൾ രോഗം അല്ലെങ്കിൽ നമ്മൾ ചികിത്സ തേടേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? രോഗലക്ഷണങ്ങൾ നമ്മളുടെ അസുഖത്തിന്റെ തീവ്രതയും എത്രത്തോളം ഏത് ടൈപ്പ് എന്നുള്ളതിനെ നമ്മൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ അക്വയർഡ് മാറ്റി വെച്ചിട്ട് ജന്മനാലുള്ളത് മാത്രം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് നമ്മൾ വയറ്റിൽ നിന്ന് തന്നെ ചില ആൾക്കാർ പ്രസന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അനോമലി സ്കാൻ അല്ലെങ്കിൽ 5ാം മാസം സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഹാർട്ടിന്റെ പമ്പിങ് കുറവ് കാരണമുള്ള വ്യത്യാസം കുഞ്ഞുങ്ങൾ വയറ്റിൽ വെച്ച് തന്നെ കാണാം, അല്ലെങ്കിൽ മിടിപ്പിലെ വ്യത്യാസം കാണാം. അത് എപ്പോഴും കാണണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്കാനിലെ അബ്നോർമൽ ഫൈൻഡിങ് കൊണ്ടായിരിക്കാം ഡയഗ്നോസ് ചെയ്യുക. ഇനി ജനിച്ചതിന് ശേഷം വരുന്ന സിംറ്റംസ് തന്നെ ഇപ്പൊ ന്യൂ ബോൺ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ വരാവുന്നത് ചിലപ്പോൾ അമിതമായ മുട്ടൽ, അതായത് ശ്വാസം എടുക്കുമ്പോൾ ഒരു ത്വരിതഗതിയിലുള്ള ശ്വാസമെടുപ്പൽ. അത് സാധാരണ രീതിയിൽ തന്നെ ചില കുട്ടികൾക്ക് നോർമലി തന്നെ ഒരു ഫാസ്റ്റ് ബ്രീത്തിങ് കാണും, പക്ഷെ അത് നമ്മൾ പീരിയോഡിക് എന്ന് പറയും, ഇടയ്ക്ക് അത് ശാന്തമാവും. പക്ഷെ ഹാർട്ട് ഡിസീസ് കാരണമോ അല്ലെങ്കിൽ ഒരു മേജർ മറ്റെന്തെങ്കിലും കാരണമാണെങ്കിൽ അതെപ്പോഴും റെസ്പിറേറ്ററി റേറ്റ്, അതായത് ഫാസ്റ്റ് ബ്രീത്തിങ് എപ്പോഴും നിൽക്കും, ശ്വാസം എടുക്കുന്ന സ്പീഡ് എപ്പോഴും കൂടുതലായിരിക്കുക. 1. 2, ഇവര് വളർന്നുമ്പോൾ ഒരു 2 മാസമൊക്കെ ആകുമ്പോഴാണ് പല മേജർ ഹാർട്ട് ഡിസീസും ചിലതൊക്കെ പ്രസന്റ് ചെയ്യുക. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പാല് കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ, അതായത് ബ്രസ്റ്റ് മിൽക്ക് സക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് സക്ക് ചെയ്യാൻ പറ്റാതെ വരിക. കുറച്ച് പാല് കുടിക്കും, പിന്നെ ഈ ശ്വാസം മുട്ടൽ വരും, നിർത്തും, പിന്നെ അവർ പാല് കുടിക്കും, പിന്നെയും നിർത്തേണ്ടി വരുന്നു, പിന്നെ കുടിക്കാൻ പറ്റാത്തതിനാലുള്ള ഇറിറ്റബിലിറ്റി, അതൊരു ലക്ഷണമാണ്, മേജർ സിംറ്റമാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മറ്റു കുട്ടികളുടെ അപേക്ഷിച്ച് വെയിറ്റ് കൂടുന്നത്, ശരിയായ രീതിയിൽ വെയിറ്റ് കൂടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർ ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസിനെ കുറിച്ച്, ഇതൊക്കെ നമുക്ക് കുറച്ചൊക്കെ സമയം നമുക്ക് മനസ്സിലായി വരുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത്. ചിലര് ഒരു നീല നിറം, നീലം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള നീല നിറം ഒരു പർപ്പിൾ കളറ്, ചുണ്ടിന്റെ കളറിൽ ഒരു വ്യത്യാസം കാണിക്കുക, അല്ലെങ്കിൽ കൈകാലിന്റെ ഒക്കെ കളറിൽ സാധാരണ ഒരു പിങ്കിഷ് കളറല്ല നമ്മുടെ നോർമൽ കുഞ്ഞുങ്ങളിൽ കാണുന്നത്, അതിൽ നിന്ന് വ്യത്യാസമായ ഒരു പർപ്പിൾ ടിഞ്ച്
വരുന്നത് ഒരു ഹാർട്ട് ഡിസീസിന്റെ ഒരു ലക്ഷണമാണ്. ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും, അതായത് ഇതിൽ തന്നെ ഒരു ഗ്രൂപ്പ് വളരെ എമർജൻസി ആയിട്ട് ചിലപ്പോൾ പ്രസന്റ് ചെയ്തെന്ന് വരാം. അപ്പോഴും വരുന്നത് ഒന്ന് ഈ നീല നിറമായിട്ട് പ്രസന്റ് ചെയ്യാം, രണ്ട് കുഞ്ഞിന്റെ ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞ്, അതായത് ആക്റ്റീവ് ആവാതിരിക്കുക, പാല് കുടിക്കുന്നതിൽ ഒരു മടി കാണിക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടുക. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് വരുന്ന ലക്ഷണങ്ങളാണ്. ഇനി ഒരു ഗ്രൂപ്പ് അസുഖങ്ങൾ എന്താണെന്ന് വെച്ചാല്, അതായത് അത്ര ക്രിട്ടിക്കൽ അല്ല, അത്ര സീരിയസ് അല്ല, അതായത് ചില സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയും, നമ്മൾ ഹാർട്ടിന്റെ ഭിത്തി ഫോം ചെയ്യുന്നത് ശരിയായിട്ട് ഫോം ചെയ്യാതിരിക്കുന്നത് പോലുള്ള ചില അസുഖങ്ങളിൽ അവർക്ക് ലക്ഷണങ്ങൾ, അതിപ്പോൾ സൈസ് കുറവാണെന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പിന് പോവുക, അല്ലെങ്കിൽ പനിക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അവർ സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോൾ കുറച്ച് അബ്നോർമൽ ഫൈൻഡിങ്സ് കാണുകയോ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കേണ്ടി വരുമ്പോൾ അതിനകത്ത് ഹാർട്ട് സൈസിലോ എന്തെങ്കിലും വേരിയേഷൻ തോന്നുമ്പോൾ മാത്രം സംശയിക്കപ്പെടുന്ന ഒരു നല്ല ഗ്രൂപ്പ് ഹാർട്ട് ഡിസീസും ഉണ്ട്. പിന്നെ വലുതാവുമ്പോൾ ചില ആൾക്കാർ കുറച്ച് കിതപ്പ് കാണിക്കും, അതായത് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അവരുടെ അതേ പ്രായമുള്ള മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അത്രയും കളിക്കാൻ വയ്യ, അപ്പോൾ അവർ കളിക്കാതെ കുറച്ച് പുറകോട്ട് മാറിയിരുന്നു വരാം. അല്ലെങ്കിൽ അമിതമായ കിതപ്പ്, സാധാരണ കുട്ടികളെക്കാട്ടിലും കിതപ്പ് അവർക്ക് തോന്നാം. ഇനി പറയാൻ തുടങ്ങുന്ന പ്രായമായി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും എനിക്ക് ശ്വാസം മുട്ടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഓടുമ്പോൾ അമിതമായിട്ട് കിതപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ ചിലർക്ക് മിടിപ്പ് അമിതമായിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലർക്ക് തലകറക്കം വരിക, അകാരണമായ തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം, ഇതൊക്കെ പലവിധ ഹാർട്ട് ഡിസീസിന്റെ ലക്ഷണങ്ങളാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ 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 ആ, എൻ്റെ പേര് സ്മിത എന്നാണ്. ഡോക്ടർ കേൾക്കാവോ അല്ലേ? ആ, കേൾക്കാം. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ. ആ, പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞല്ലോ ഈ കുട്ടികളിൽ ഈ ഹാർട്ട് രോഗങ്ങൾ കുറച്ച് വലുതായതിനു ശേഷം ഉണ്ടാവുന്നത് ഈ അവരുടെ ദിനചര്യയിൽ ഓരോ മാറ്റങ്ങൾ കാരണമാണെന്ന്. ഹലോ, വരാം, അങ്ങനെയും അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനാണെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ എന്തൊക്കെ ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അതായത് നമ്മളിപ്പോ അത് ആ ഉദ്ദേശിച്ച ആസ്പെക്ട് വെച്ച് നമ്മൾ വലിയവരിൽ കാണുന്ന ഹാർട്ട് ഡിസീസിന്റെ, അതായത് ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇപ്പൊ ഒരു കുട്ടി വളർന്നാണല്ലോ നമ്മൾ എല്ലാവരും അഡൽട്ട്ഹുഡിലോട്ട് പോകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഹൃദ്രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫാമിലിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു ഫാസ്റ്റ് ഫുഡിന്റെ അല്ലെങ്കിൽ ഒരു ജങ്ക് വെറൈറ്റി ഓഫ് ഫുഡിന്റെ ഒരു ലോകമാണ്. അപ്പൊ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കൂടുതൽ അതിൽ എന്തൊക്കെ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ കഴിയുന്നതും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങളോട് സ്റ്റിക്ക് ചെയ്യുക, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഇൻക്ലൂഡ്. ഇപ്പൊ നമ്മൾ കുട്ടിയോട് മാത്രം വെയിറ്റ് ഗെയിൻ കൂടുന്നു, കുട്ടി മാത്രം എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. ഒരു ഫാമിലി ആസ് സച്ച് നമ്മൾ എക്സസൈസ് ഒരു പ്രാക്ടീസ് ആക്കുക, ഒരു ലൈഫിന്റെ ഒരു പാർട്ടാക്കുക. പിന്നെ ഓയിലി ഫുഡ്, ഇതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, അതൊക്കെ നമുക്കൊന്ന് റെസ്ട്രിക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ അഡൽഹുഡിലോട്ട് പോകുമ്പോൾ, അതായത് ഈ ഏർലി ഓൺസെറ്റ് ഓഫ് നേരത്തെ പറഞ്ഞ കൊറോണറി ഡിസീസ്, അതായത് അഡൽട്ടിന് വരുന്ന അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ മുന്നേ തന്നെ വരാതിരിക്കാനാണ് ഈ വിധ പ്രിവെൻഷൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇപ്പൊ മിൽക്കിനൊക്കെ പകരം നമ്മൾ സപ്ലിമെന്റ്സ് ഇതൊക്കെ വാങ്ങിക്കാറില്ലേ? ഓക്കെ. ഹലോ, നമ്മളിപ്പം പാലില് കലക്കി കുടിക്കുന്നതാണെങ്കിലും അങ്ങനെ പല രീതിയിലോ പാലിന് പകരമാണെങ്കിലും അങ്ങനെ പലതും നമ്മൾ വാങ്ങാറുണ്ട്. അതൊക്കെ ഇതിന് പ്രശ്നം വരുമോ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ? പാലിന്റെ ബദലിനെക്കാട്ടിൽ ഉപരി കൂടുതൽ നമുക്ക് എണ്ണ, ഈ ബേക്കറി ചിപ്സ്, അതായത് സ്പൈസ്, കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി എസ്പെഷ്യലി ഒരു ക്രിസ്പി ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു അതുപോലെ ഭയങ്കരമായ ഷുഗർ കണ്ടന്റ് ഉള്ള ബേക്കറി ഐറ്റംസ്, പിന്നെ ഔട്ട്സൈഡ് ഫ്രൈഡ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്കറിയത്തില്ല ഏത് ടൈപ്പ് ഓഫ് ഓയില് റീയൂസിങ് എത്രത്തോളം നമ്മളെ അവർ വീണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ മെച്ചം. മൈദയൊക്കെ പ്രശ്നമായിരിക്കും അല്ലേ? മൈദ പൊതുവെ ആരോഗ്യത്തിന് അത്ര നല്ല സാധനമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലക്ഷണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും മേ ബി പെട്ടെന്നൊന്നും ലക്ഷണങ്ങൾ കാണിക്കില്ല.
ചിലതിനൊക്കെ കാണിക്കും, ചിലതിന് ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് നമുക്കത് ഡോക്ടറെ കാണാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ അങ്ങനെയുണ്ടോ ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കാതെ അതിനെ നിലനിൽക്കാനുള്ള ഒരു കഴിവുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഒരുപാട് കുറെ ഒരു ഗ്രൂപ്പ്, അതായത് മൈനർ ടൈപ്പ് ഓഫ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നതും ചിലപ്പോൾ നമുക്ക് കുറച്ച് സിവിയർ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ലെവലിനപ്പുറം ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരത്തില്ല അതിന്റെ തുടക്കത്തിലൊക്കെ. അപ്പൊ അത് പലപ്പോഴും നമ്മൾ പീഡിയാട്രിക് ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുമ്പോഴോ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റേ മുഖേനയായിട്ടൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കുക. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹാർട്ടിന്റെ 4 അറയുടെ മേലത്തെ അറകളുടെ നടുക്കുള്ള ഭിത്തി, അതിലുണ്ടാകുന്ന ഡിഫക്റ്റാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. അതിന് പലപ്പോഴും ലക്ഷണങ്ങളും ഉണ്ടാവത്തില്ല. വളരെ അപൂർവമായിട്ടോ ഒരു 5% അങ്ങനെ താഴെ ഇത് അസുഖമുള്ളവർക്ക് ലക്ഷണങ്ങൾ ചെറിയ പ്രായത്തിൽ ഉണ്ടായിന്ന് വരത്തുള്ളൂ. അപ്പൊ അത് പക്ഷേ നമ്മൾ ലക്ഷണങ്ങൾ ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അത് കറക്റ്റ് ചെയ്യേണ്ട എന്നല്ല. ലക്ഷണങ്ങൾ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ലേറ്റ് ആയിരിക്കാം. ഇപ്പൊ ഒരു പക്ഷേ കുട്ടിക്ക് അസുഖമൊന്നും വന്നിട്ടില്ല, ആശുപത്രി പോകേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് അറിഞ്ഞു എന്ന് വരാം. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ലക്ഷണങ്ങൾ ഇല്ല എന്ന് വെച്ചാൽ ചികിത്സിക്കരുത് എന്ന്, ചികിത്സ വേണ്ട എന്നല്ല, ചികിത്സ വേണ്ടത് തന്നെയാണ്. ബിക്കോസ് അങ്ങനത്തെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് തന്നെ അഡൽഹുഡിലോട്ട് അല്ലെങ്കിൽ 20 വയസ്സ് 30 അല്ലെങ്കിൽ 40 50 വയസ്സാകുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു ഇറിവേഴ്സിബിൾ ലക്ഷണങ്ങൾ അപ്പൊ കാണിക്കാൻ തുടങ്ങും. ചിലർക്ക് മിടിപ്പിൽ വ്യത്യാസം വരാം, ചിലർക്ക് ശ്വാസകോശത്തിലെ പ്രഷർ കൂടാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അസുഖങ്ങൾ നമ്മൾ ഒരു 3.5 വയസ്സിന് ശേഷം ഇപ്പൊ നേരത്തെ കണ്ടുപിടിച്ചാൽ പോലും ചിലപ്പോൾ ലക്ഷണങ്ങളില്ലെങ്കിൽ നമ്മൾ ഒരു വയസ്സ് വരെ, ഒരു 3.5 വയസ്സ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ചികിത്സാ രീതി അല്ലെങ്കിൽ ചികിത്സ നിശ്ചയിക്കുക, അല്ലെങ്കിൽ ചികിത്സ ചെയ്യേണ്ട സമയം തീരുമാനിക്കുക അന്നേരമായിരിക്കും. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഡെഫിനറ്റ്ലി ഉണ്ട് ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ ഏത് സമയത്താണ് അത്, എത്ര നേരത്തെ നമുക്കത് കണ്ടെത്താൻ വേണ്ടി പറ്റും? എന്തൊക്കെയായിരിക്കും അതിൻ്റെ പരിശോധനകളും? എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കുമോ? ജനറലി കുറച്ച് പരിശോധന എപ്പോഴും ഉണ്ട്. ഇപ്പൊ പ്രാരംഭിക തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഹാർട്ട് ഡിസീസ് സസ്പെക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു എക്സ്റേയിൽ നമുക്ക് ഹാർട്ടിന്റെ സൈസിൽ വ്യത്യാസമുണ്ടോ, അത് ഹാർട്ടിന്റെ അസുഖം കാരണം ശ്വാസകോശത്തിൽ ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും എടുക്കാൻ പറ്റുന്ന, എളുപ്പം എടുക്കാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ECG എടുത്ത് നോക്കിയാൽ ഹാർട്ടിന്റെ അറയിലെ വലിപ്പ വ്യത്യാസങ്ങൾ അറിയാം. ചിലപ്പോൾ മിടിപ്പിന്റെ അസുഖം, അതായത് മിടിപ്പിലെ വേരിയേഷൻ ആണെങ്കിൽ ECG വെച്ച് മനസ്സിലാക്കാം. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഹാർട്ടിന്റെ ഘടന അറിയാൻ വേണ്ടി ചെയ്യാവുന്ന അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രഫിയാണ്. അതായത് നമ്മൾ സ്കാൻ ചെയ്യുന്നത് പോലെ തന്നെ, മറ്റ് അവയവങ്ങളുടെ സ്കാൻ പോലെ തന്നെ ഹാർട്ടിന്റെ സ്കാൻ ചെയ്യുന്നതാണ് എക്കോ കാർഡിയോഗ്രഫി. അപ്പോൾ എക്കോ ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ടിലോട്ട് വരുന്ന രക്തക്കുഴലുകൾ, ഹാർട്ടിന്റെ അറ, ഹാർട്ടിലെ ഭിത്തികൾ, ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രക്തക്കുഴലുകൾ, വാൽവുകൾ, ഹാർട്ടിന്റെ ഫങ്ഷൻ, ഇങ്ങനെ പല പാരാമീറ്റേഴ്സ് അസസ് ചെയ്യും. പിന്നെ അവിടെയും നമുക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ ആകാൻ ഒരു ഡിലേ അല്ലെങ്കിൽ ഇനിയും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രം മറ്റ് ഹയർ എൻഡ് ടെസ്റ്റുകളുണ്ട്. പറയാനാണെങ്കിൽ CT, MRI, പിന്നെ ക്യാറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആൻജിയോഗ്രഫി എന്ന് പറയും, അങ്ങനത്തെ ടെസ്റ്റുകളും ചില സന്ദർഭങ്ങളിൽ വേണ്ടി വരാറുണ്ട്. പക്ഷെ ഒരു എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇതിൻ്റെ അസുഖമാണ് അല്ലെങ്കിൽ അസുഖത്തിന്റെ തീവ്രത എത്രത്തോളമാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ രോഗങ്ങൾക്കും അല്ലെങ്കിൽ അവസ്ഥകൾക്കൊക്കെ നമ്മൾ ചികിത്സ തേടേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ കുട്ടിയുടെ ഒരു ഹാർട്ടിന് ഒരു ചേഞ്ച് അല്ലെങ്കിൽ വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിൽ തന്നെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന്റെ സിവിയറിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിന് ചികിത്സ ആവശ്യമുണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനും നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല, എല്ലാ അസുഖങ്ങളും ചികിത്സിക്കണമെന്നില്ല. ഇപ്പോൾ മൈനർ വേരിയേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അത് ഗ്രോത്തിൽ, കുഞ്ഞു വളരുന്ന മുറയ്ക്ക് അത് കറക്റ്റായി പോകുന്ന കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ചെറിയ ഹോളുകൾ ഒക്കെ വളർച്ചയിൽ ചിലപ്പോൾ അത് തന്നെ മൂടിപ്പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് അതിൻ്റെതായ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. അസുഖം നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ, ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് തരം ചികിത്സയാണ് എപ്പോൾ ചെയ്യണം, ഇനി ചികിത്സിക്കേണ്ട ആവശ്യമില്ലാത്തതാണെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമുണ്ടോ, മരുന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്, എത്ര നാൾ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കാണിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചികിത്സ എപ്പോഴും നമ്മൾ ഫർദർ ടെസ്റ്റുകളെയും കുട്ടിയുടെ ലക്ഷണങ്ങളെയും വയസ്സിനെയും ലക്ഷണങ്ങളൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക.
അല്ലെങ്കിൽ ഗർഭ ശിശു നമ്മളിപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ഹൃദയം വന്ന ആ സമയം മുതൽ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ ബാധിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടികൾക്ക് അപ്പോൾ പ്രസവിച്ചതിന് ശേഷം എപ്പോൾ മുതലാണ് ഇത് ചികിത്സ കൊടുക്കാൻ വേണ്ടി പറ്റുക? ആ ഒരു ടൈം എപ്പോഴാണ്? അതും നമ്മൾ ഇപ്പൊ വയറ്റിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ നമ്മൾ വയറ്റിലിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വാവയുടെ അസുഖം ജനനശേഷം ഉടനെ തന്നെ ചിലർക്ക് നീല നിറം ഉണ്ടാവുന്ന, ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർമലി വരുന്ന രക്തക്കുഴലുകൾ മാറിയിരിക്കുന്നവരുണ്ട്. TG എന്ന് പറയും, ട്രാൻസ്പൊസിഷൻ, അതായത് അശുദ്ധരക്തവും ശുദ്ധരക്തത്തിന്റെ കുഴലുകൾ മാറിപ്പോകുന്നതാണ് അസുഖം. അത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അവർ ജനിച്ചു കഴിഞ്ഞാൽ നീല നിറം ഉണ്ടാവും. അവർക്ക് സർജറി 2 ആഴ്ചക്ക് അല്ലെങ്കിൽ 1 ആഴ്ചക്ക് 10 ദിവസത്തിനകത്ത് വേണം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അമ്മമാരോട് അല്ലെങ്കിൽ പേരൻസിനോട് പറയും, ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ഹാർട്ട് ഡിസീസിന് ഉചിതമായ ചികിത്സ കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ ഡെലിവറി പ്ലാൻ ചെയ്യണം. എപ്പോഴും വയറ്റിലിരിക്കുമ്പോഴുള്ള ട്രാൻസ്ഫറാണ് നമ്മൾ പുറത്ത് വന്ന് കുട്ടി ക്രിട്ടിക്കലായി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത്. അപ്പം എപ്പോഴും ഡെലിവറി, ഇപ്പം വയറ്റിലിരിക്കുമ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ അസുഖത്തിൻ്റെ സിവിയറിറ്റി മനസ്സിലാവുകയും അതനുസരിച്ച് അവരോട് എവിടെ ഡെലിവറി പ്ലാൻ ചെയ്യിക്കണമെന്ന് പറയും. അപ്പം ഏർലി വേണ്ട അസുഖമാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി ആക്കുന്നു. ഇനി ക്രിട്ടിക്കൽ അല്ല, ജനിച്ച ഉടനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, ജസ്റ്റ് ഒരു ഹാർട്ടിനൊരു ഹോള് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഡെലിവറി നോർമൽ ഹോസ്പിറ്റലിൽ തന്നെ ആക്കിയതിന് ശേഷം ജനനശേഷം നമ്മൾ ഉറപ്പായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. കാരണം ഉറപ്പായിട്ടും വയറ്റിനകത്ത് വെച്ച് ഉള്ള ക്ലാരിറ്റിയെക്കാട്ടിലും മച്ച് ബെറ്റർ ആണ് പുറത്ത് വരുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ജനിച്ചതിന് ശേഷം കുട്ടിയുടെ ലക്ഷണങ്ങളും സ്കാനിലും ഒക്കെ അപേക്ഷിച്ചിട്ടായിരിക്കും പിന്നീടുള്ള തുടർ ചികിത്സകൾ പറയുക. കാര്യം കൂടി ചോദിച്ചോട്ടെ ഡോക്ടർ, നമ്മളിപ്പോൾ സാധാരണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മമാർ കഴിക്കുന്നതാണല്ലോ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ചില മരുന്നുകളുടെ ഉപയോഗം അത്തരത്തിലങ്ങനെ ഗർഭസ്ഥ ശിശുവിന് ബാധിക്കാൻ ഇടയുണ്ടോ? ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള മരുന്ന് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള, ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഇതല്ലാതെ കൂടെ നമ്മൾ കുറച്ചുകൂടെ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ, ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട് പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. ഇത്തരം ഉപയോഗമൊക്കെ ഗർഭസ്ഥ ശിശുക്കളെ ഇത്തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? നോർമലി അങ്ങനെ നമ്മൾ സപ്ലിമെന്റ്സ് ഒന്നും ബാധിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷെ ഇപ്പം ചില അസുഖങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഇപ്പം അമ്മയ്ക്ക് വാർഫർ എന്ന് പറയുന്ന ചില മരുന്ന് കഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് ജന്നിയുടെ അസുഖം വരുന്നു, ജന്നിയുടെ ചില മരുന്നുകൾ, വാൽപ്രവേറ്റ് പോലത്തെ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നു, ലിഥിയം എന്ന് പറഞ്ഞൊരു മരുന്ന്, ഇങ്ങനത്തെ ഉള്ളതൊക്കെ അറിയപ്പെടുന്നതാണ്. ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഹാർട്ട് ഡിസീസ് വരാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് ജന്മനാലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർ ആക്ച്വലി അതിന് മുൻകൂട്ടി, അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കൺസൾട്ടേഷൻ ചെയ്യുകയും അതനുസരിച്ച് മരുന്നുകളുടെ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ളത് ഒരു അറിയപ്പെടുന്ന വസ്തുതയാണ്. പിന്നെ അല്ലാതെ നമ്മൾ ജനറലി പറയാനാണെങ്കിൽ ഇപ്പം സപ്ലിമെന്റ്സിലോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ കോഫി ഒരുപാട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് റേറ്റിൽ, ഇപ്പം കുട്ടിയുടെ ഹാർട്ട് റേറ്റിലും വേരിയേഷൻ വരാമെന്ന് പറയാറുണ്ട്. അതർവൈസ് ഈ നോൺ മെഡിക്കേഷൻസ് ഉണ്ട്, അത് അതിൻ്റെ മുന്നോക്കൂട്ടി തന്നെ ഇപ്പം ഓൾറെഡി ഒരു ശാരീരികമായ എന്തെങ്കിലും അസുഖമുള്ളവർ എപ്പോഴും ഒരു പ്രീ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ബിഗിനിങ്ങിലോ, പ്രീ പ്രഗ്നൻസി ആയിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കാൻ പറയൂലേ, ഫോളിക് ആസിഡ് കഴിക്കൂലേ പ്രഗ്നൻസിയുടെ ആദ്യ കാലങ്ങളിൽ. അപ്പോൾ അതേ ഫോളിക് ആസിഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുമ്പോൾ പല ഹാർട്ട് ഡിസീസും മറ്റ് പല കൺജനിറ്റൽ ഡിഫക്ട്സും പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതെങ്കിലും വിധ അസുഖമുള്ള ലേഡീസ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കൺസൾട്ടേഷൻ ചെയ്യുന്നതും അവരുടെ മോഡിഫിക്കേഷൻ ഓഫ് മെഡിസിൻ എന്തെങ്കിലും വേണോ, ഇന്ന് അഡ്വാൻസ് ഫോളിക് ആസിഡ് കഴിക്കണോ, ഈ വിധ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ കുട്ടികളിൽ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ തകരാറുകളോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എത്ര ശതമാനം അതിന് നമുക്കൊരു റിക്കവറിങ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ അല്ല, അല്ലെങ്കിൽ എത്ര ശതമാനം നമുക്ക് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഇത് പറയാൻ പറ്റും കുട്ടികളിൽ? നമ്മൾ പറയുന്നത് ഒരു സ്പെക്ട്രം ഓഫ് ഹാർട്ട് ഡിസീസിന് ഒരുമിച്ച് നമ്മൾ കോമൺ സിംറ്റംസ് ഒക്കെ പറയുകയാണല്ലോ. അപ്പോൾ ഓരോ അസുഖത്തിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസിലെ റിക്കവറി പറയുന്നത് പോലെ അല്ല ഇപ്പം നമ്മൾ ഒരു ക്രിട്ടിക്കൽ അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കോമൺ നമ്പർ പറയാൻ ഉറപ്പായിട്ടും സാധിക്കില്ല. ഇറ്റ് ഡിപ്പെൻസ്, ഓരോ അസുഖം അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും.
ഇപ്പം ജനിച്ച ഉടനെ നീല നിറം വരുന്നു, അല്ലെങ്കിൽ കുഞ്ഞിന് സിക്കാവുന്ന ഒരു ഹാർട്ട് ഡിസീസ് കറക്റ്റ് നമ്മൾ എന്തെങ്കിലും ഇന്റർവീൻ ചെയ്തില്ല, ചികിത്സിച്ചില്ലെങ്കിൽ അതിന്റെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. അതേസമയം ഒരു ക്രിട്ടിക്കൽ അല്ലാത്ത ഒരു ഹാർട്ട് ഡിസീസിന് ചിലപ്പോൾ ഒന്ന് തന്നെ ജീവിതകാലത്തിൽ ഒരു റിസ്ക്കും ഉണ്ടാവണമെന്നില്ല. ലൈക്ക് 100% നോർമലായി പിന്നീട് ഒന്നും ഇല്ലാത്ത നോർമൽ ഹാർട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇറ്റ് ഡിപ്പെൻസ്, ഹാർട്ട് ഡിസീസിന്റെ ടൈപ്പും സിവിയറിറ്റി അനുസരിച്ച് വ്യത്യാസമാണ്. കാണുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും കൃത്യമായ ചികിത്സയിലൂടെ ഭേദമാക്കി എടുക്കാനാവും അല്ലേ? ബാക്കിയൊക്കെ പിന്നെ അതിൻ്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് പറയാൻ പറ്റുക. പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റുന്ന മുൻകരുതലാണുകൾ ആണെങ്കിൽ പോലും അതല്ല ജന്മന ഇപ്പോൾ വരുന്നതാണെങ്കിൽ നമുക്ക് അത്രയേറെ നമുക്കങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റില്ല. പക്ഷെ എങ്കിലും പിന്നീട് വരുന്ന ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ആക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും. ജനറലി നമുക്ക് പറയാൻ അങ്ങനെ സാധിക്കില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ചില ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്, അവർക്ക് ഹാർട്ടിന്റെ ഒരു അറ തന്നെ ഉണ്ടായി, 4 അറകളിൽ ഒരു മേജർ പമ്പിങ് അറ ഇല്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ വാൽവ് ജന്മനാലെ ഉണ്ടാവാതിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഒരിക്കലും നമുക്ക് ഒരു നോർമൽ ഹാർട്ട് പോലെ ആക്കി എടുക്കാൻ സർജറി കൂടോ അല്ലെങ്കിൽ മറ്റ് ചികിത്സയിൽ കൂടോ മരുന്നുകൾക്കോ ഒന്നും സാധിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ ഒരിക്കലും അവർക്ക് അതിൻ്റെതായ സർജറികൾ ചിലപ്പോൾ സ്റ്റേജ് സർജറി വേണ്ടി വരും. അതായത് ഒരു സർജറിയിൽ നിന്നൊന്നും വരത്തില്ല, 1, 2, 3 പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് സർജറി അല്ലാത്ത കത്തീറ്റർ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് സർജറി ഇല്ലാത്ത ചികിത്സകളും ഒക്കെ വേണ്ടി വരുന്നവരുണ്ട്. സോ നമുക്ക് അങ്ങനെ ഒരു ജനറൽ കമന്റ് പറയാൻ പറ്റില്ല. എഗെയിൻ എനിക്ക് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടും അത് വേരി ചെയ്യും. പക്ഷെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് നോർമൽസിലോട്ട് പോകുന്നത്. എഗെയിൻ പല ചികിത്സാ രീതികൾ വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായ ചികിത്സ ഇത് തന്നെയാണ് ഡോക്ടേഴ്സിനെ കാണുക, ലക്ഷണങ്ങൾ കാണുമ്പോൾ അല്ലേ, അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നീടുള്ളതൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ചെയ്യുക, കൃത്യമായിട്ട് ഇതുപോലെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ. റെഗുലർ ഫോളോ അപ്പ്, മെഡിക്കേഷൻ കൊടുക്കുക, എന്തെങ്കിലും നമുക്ക് കൺസേൺ ഉണ്ടപ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഡോക്ടർ. നമുക്ക് എന്തായാലും ഇത്രയേറെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെയും പ്രേക്ഷകർക്കായിട്ട് നൽകിയത്. അപ്പോൾ കൂടുതൽ പ്രേക്ഷകർക്ക് കൂടുതൽ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് സംസാരിക്കണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണാവുന്നതാണ്. ഡോക്ടർ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കാണുന്നതായിരിക്കും.